ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ ധനകാര്യ നിയമങ്ങൾ ലംഘിച്ചുവെന്നതടക്കം 115 കുറ്റങ്ങളുടെ പേരിൽ ലീഗ് ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരായ വിചാരണ ആരംഭിച്ചു. കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ സിറ്റിയെ പ്രീമിയർ ലീഗിൽ നിന്നു തന്നെ പുറത്താക്കാനിടയുള്ള വിചാരണ കുറഞ്ഞത് 10 ആഴ്ച നീണ്ടുനിൽക്കും. 2025-ലാവും വിധി പ്രസ്താവം ഉണ്ടാവുക. 2009-2010 സീസൺ മുതൽ 2017-18 സീസൺ വരെയുള്ള ക്ലബിന്റെ വരുമാന വിവരങ്ങൾ പ്രീമിയർ ലീഗ് അധികൃതർക്ക് കൃത്യമായി ലഭ്യമാക്കിയില്ല. 2018 ഡിസംബർ മുതൽ 2023 ഫെബ്രുവരി വരെ ക്ലബിനെതിരെ പ്രീമിയർ ലീഗ് അധികൃതർ നടത്തിയ അന്വേഷണത്തോട് സഹകരിച്ചില്ല. സ്പോൺസർഷിപ്പിന്റെ മൂല്യം പെരുപ്പിച്ചു കാണിച്ചു, കളിക്കാർക്കും മാനേജർമാർക്കുമുള്ള വേതനങ്ങളുടെയും മറ്റ് ആനുകൂല്യങ്ങളുടെയും വിശദ വിവരങ്ങൾ മറച്ചുവെച്ച് തുടങ്ങി ഗുരുതര ആരോപണങ്ങളാണ് സിറ്റി നേരിടുന്നത്. തങ്ങൾക്കെതിരായ എല്ലാ കുറ്റങ്ങളും നിഷേധിക്കുന്ന മാഞ്ചസ്റ്റർ സിറ്റി ബ്ലോക്ക്സ്റ്റോൺ ചേംബേഴ്സ് എന്ന അഭിഭാഷക കമ്പനിയെയാണ് കേസ് ഏൽപ്പിച്ചിരിക്കുന്നത്. പ്രഭു പാട്രിക് പാനിക്കിന്റെ നേതൃത്വത്തിലുള്ള അഭിഭാഷകരാണ് ക്ലബിനു വേണ്ടി ഹാജരാകുന്നത്. മാഞ്ചസ്റ്റർ സിറ്റി പ്രീമിയർ ലീഗിന്റെ ഫിനാൻഷ്യൽ ഫെയർ പ്ലേ നിയമങ്ങൾ ലംഘിച്ചുവെന്ന് കാണിക്കുന്ന രേഖകൾ 2018 ജർമ്മൻ പ്രസിദ്ധീകരണമായ ദർ സ്പീഗൽ പുറത്തുവിട്ടതോടെയാണ് അറബ് ഉടമസ്ഥതയിലുള്ള ക്ലബിനെതിരായ നടപടികൾ തുടങ്ങുന്നത്. 2019 മാർച്ചിൽ ദർ സ്പീഗലിന്റെ വെളിപ്പെടുത്തൽ ആധാരമാക്കിക്കൊണ്ടുതന്നെ യുഎഫ അന്വേഷണം ആരംഭിച്ചിരുന്നു. ആരോപണങ്ങൾ നിഷേധിച്ച മാഞ്ചസ്റ്റർ സിറ്റി അപ്പീൽ നടപടികൾ ആരംഭിക്കുകയും അന്താരാഷ്ട്ര കായിക തർക്കപരിഹാര കോടതിയെ സമീപിക്കുകയും ചെയ്തു. 2020 യുവേഫ മാഞ്ചസ്റ്റർ സിറ്റിയെ എല്ലാ യൂറോപ്യൻ മത്സരങ്ങളിൽ നിന്നും വിലക്കുകയും 28.6 മില്യൺ പൗണ്ട് പിഴ ഈടാക്കുകയും ചെയ്തു. ഇതിനെതിരെ കായിക തർക്കപരിഹാര കോടതിയിൽ നിന്ന് അനുകൂല വിധി സമ്പാദിച്ച സിറ്റി 8.9 മില്യൺ പിഴയൊടുക്കി. 2023 ക്ലബ്ബ് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ കിരീടമണിയുകയും ചെയ്തു. കഴിഞ്ഞ വർഷമാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അധികൃതർ മാഞ്ചസ്റ്റർ സിറ്റിക്കുമേൽ 115 കുറ്റങ്ങൾ ഉൾപ്പെടുന്ന കുറ്റപത്രം സമർപ്പിക്കുന്നത്. 2009-10 മുതൽ 2017 വരെ കൃത്യമായ ധനകാര്യ വിവരങ്ങൾ നൽകിയില്ല എന്നതുമായി ബന്ധപ്പെട്ട 54 കുറ്റങ്ങളും 2018 മുതൽ 2023 വരെ അന്വേഷണവുമായി സഹകരിച്ചില്ല എന്നതുമായി ബന്ധപ്പെട്ട 35 കുറ്റങ്ങളും ഇതിൽപ്പെടുന്നുണ്ട്. കളിക്കാർക്കും മാനേജർമാർക്കും നൽകിയ വേതനത്തിന്റെ കൃത്യമായ വിവരങ്ങൾ കാണിക്കാത്തതിന് 14 കുറ്റങ്ങളും യുവേഫയുടെ ചട്ടങ്ങൾ പാലിക്കാത്തതിനുള്ള 5 കുറ്റങ്ങളും പ്രീമിയർ ലീഗിന്റെ സാമ്പത്തിക നയങ്ങൾ ലംഘിച്ചതിനുള്ള 7 കുറ്റങ്ങളുമാണ് മറ്റുള്ളവ. ലണ്ടനിലെ അന്താരാഷ്ട്ര തർക്കപരിഹാര കേന്ദ്രത്തിൽ നടക്കുന്ന വിചാരണയെ തുടർന്നുള്ള വിധി അനുകൂലമായില്ലെങ്കിൽ വൻ നഷ്ടമാണ് ക്ലബിനെ കാത്തിരിക്കുന്നത്. പ്രീമിയർ ലീഗിൽ നിന്നും യൂറോപ്യൻ മത്സരങ്ങളിൽ നിന്നുമുള്ള പുറത്താക്കലും വൻ തുക പിഴയും ക്ലബിന് നേരിടേണ്ടി വന്നേക്കാം. ട്രാൻസ്ഫർ നിരോധനം, ചെലവഴിക്കലിന് നിയന്ത്രണം, മുൻ കിരീടങ്ങൾ റദ്ദാക്കൽ തുടങ്ങിയ നടപടികളും നേരിടാനായിട്ടുണ്ട്. ചുമത്തപ്പെട്ട 115 കുറ്റങ്ങളിൽ കാൽഭാഗമെങ്കിലും ശരിയാണെന്ന് വന്നാലും ക്ലബ്ബ് വൻ പ്രതിസന്ധിയിലാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത്.